പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, വളർത്തുപിതാവിൻ്റെ പിന്നാലെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സുവിശേഷത്തിൽ മനോഹരമായ ആ വചനം ഒരിക്കൽ കൂടി നമുക്ക് ധ്യാനിക്കാം. അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇംഗ്ലീഷ് ബൈബിളിൽ തിങ്ക് തോട്ട് ഓഫ് ചിന്തിച്ചു എന്ന വാക്കാണ് വരുന്നത്. ഒന്ന് രണ്ട് വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ വചനം യെശയ്യായുടെ പുസ്തകം 55-ാം അധ്യായം 8-ാമത്തെ വചനമാണ്. യെശയ്യ 55:8 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേത് പോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേത് പോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമാണ്. ജോസഫ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. ദൈവം പറയുന്നു, നിങ്ങളുടെ ചിന്തകൾ എൻ്റേത് പോലെയല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്ത പോലെയല്ല എൻ്റേത്. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, ഇതുപോലെ എൻ്റെ ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ വ്യത്യസ്തമാണ്. മറ്റൊരു വചനം, സങ്കീർത്തനം 33-ാം അധ്യായം 11-ാമത്തെ വചനം. സങ്കീർത്തനം 33:11: കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് പ്രശസ്ത ഫിലോസഫർ ഇങ്ങനെ പറയുന്നത്: ഐ തിങ്ക് ദെയർഫോർ ഐ ആം. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ജീവിതത്തിൽ പല കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഒരു വചനം കൂടി നമ്മൾ മനസ്സിലാക്കുക. പ്രഭാഷകന്റെ പുസ്തകം 37-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം: ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം, എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ആ വചനം ശ്രദ്ധിക്കുക. ചിന്തയാണ് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം, എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ജോസഫ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ജോസഫ് ആലോചിച്ചാൽ എത്തുന്നതല്ല രക്ഷാകര ചരിത്രം. ജോസഫിൻ്റെ ഇത്തിരി പോന്ന ആലോചനയിൽ വിരിയുന്നതല്ല മാനവകുലത്തിൻ്റെ രക്ഷ. ആ വചനം ഒരിക്കൽ കൂടി: എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. രക്ഷാകര ചരിത്രം അവിടെ തുടങ്ങുകയാണ്. മത്തായിയുടെ സുവിശേഷം 1:18 രക്ഷാകര ചരിത്രം തുടരുമ്പോൾ അവിടെ ഒരു ആലോചനയുണ്ട്. എന്താണ് ആലോചന? ജോസഫ് ഇതിനെക്കുറിച്ച് ആലോചിച്ചു. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജോസഫ് ആലോചിച്ചു. നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ആലോചിക്കുന്നുണ്ട്. മക്കളെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ബിസിനസ്സിനെക്കുറിച്ച് ആലോചിക്കുന്നു. ആലോചനയാണ് എല്ലാ ഉദ്യമങ്ങളുടെയും ആരംഭം. എന്നാൽ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ചിന്തയും ആലോചനയും ശാശ്വതമാണ്. ദൈവത്തിൻ്റെ ചിന്ത, ആലോചന ശാശ്വതമാണ്. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണമെന്നത് നമ്മൾ നമ്മുടെ ചിന്ത തെറ്റുന്നു എന്നതാണ്. നമ്മുടെ ചിന്തയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം. ഉദാഹരണത്തിന്, 2 പേര് അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നു അവരെന്നെക്കുറിച്ചാണ് കുറ്റം പറയുന്നത്. എൻ്റെ സ്വസ്ഥത പോയി. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് പ്രിയപ്പെട്ടവരെ പ്രധാനപ്പെട്ടൊരു കാര്യം. ജോസഫ് ചിന്തിച്ചു. എന്നാൽ ജോസഫ് എന്തിലേക്ക് വളർന്നു? ജോസഫ് ദൈവിക ചിന്തയിലേക്ക് വളർന്നു. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഒരു വചനം നമ്മൾ വായിക്കുന്നുണ്ട്, ബുക്ക് ഓഫ് ലെമന്റേഷൻ. അവിടെ സുന്ദരമായ ഒരു വചനം നമ്മൾ കാണുന്നു. ചിന്തിച്ച് ചിന്തിച്ച് എൻ്റെ മനസ്സ് കലങ്ങുന്നു എന്ന് വിലാപങ്ങളുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മളോട് വചനം പറയുന്നുണ്ട്. ചിന്തിച്ച് ചിന്തിച്ച് വിലാപങ്ങൾ 3:20 നമ്മളത് കാണും. ഞാൻ ഒരു ഉദാഹരണം പറയാം. 2 സംഭവങ്ങൾ. ഒരു സംഭവം ഇതാണ്. ഞാനൊരു വീട്ടിൽ ചെല്ലുന്നു. ഒരു ധ്യാനാവസരത്തിൽ വീട് സന്ദർശനത്തിൻ്റെ ഭാഗമായി ഒരു വീട്ടിൽ ചെല്ലുന്നു. ഞാനൊരു അമ്മയെ കണ്ടുമുട്ടുന്നു. 29 വർഷം മുമ്പ് അവരുടെ ഭർത്താവ് മരിച്ചു. 2 പെൺകുട്ടികളായിരുന്നു, ചെറിയ കുട്ടികൾ. 29 വർഷത്തിന് ശേഷം ഈ അമ്മയെ ഞാൻ കാണുമ്പോൾ ഒരു വെള്ള സാരി ഉടുത്ത് മുറിക്കകത്തുനിന്ന് പുറത്തു വരാതെ ആ അമ്മയോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് ദൈവം ഇത് ചെയ്തു? 29 വർഷം മുമ്പ് ഭർത്താവ് അപ്രതീക്ഷിതമായിട്ട് മരിക്കുന്നു. ആ മരണത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ വന്ന ചോദ്യം ഇതാണ്: ദൈവം എന്ന ഒരു ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ 2 പൊടിക്കുഞ്ഞുങ്ങളെയും എന്നെയും മറന്നിട്ട് ദൈവം ഇങ്ങനെ ചെയ്യുമായിരുന്നുവോ? ഒരു ചിന്ത. എന്ത് സംഭവിച്ചു? അവർ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, പ്രാർത്ഥനയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, പള്ളിയിൽ പോക്ക് നഷ്ടപ്പെട്ടു. അവർ ദുഃഖിക്കാൻ തുടങ്ങി, അവർ വേദനിക്കാൻ തുടങ്ങി. ആ മക്കൾ വളർന്നു. ആ ഭർത്താവിൻ്റെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. മക്കൾ വളർന്നു, പഠിച്ചു, ജോലിക്കാരായി, വിവാഹം കഴിഞ്ഞു, കുട്ടികളുണ്ടായി. ഈ മക്കൾ പഠിച്ചു നല്ല മാർക്ക് കിട്ടി, നല്ല ജോലി കിട്ടി, അവരുടെ വിവാഹം കഴിഞ്ഞു, കുട്ടികളുണ്ടായി. ഇത്രയും കാര്യങ്ങൾ ആ വീട്ടിൽ നടന്നു. പക്ഷേ ഇതൊന്നും ഈ അമ്മയ്ക്ക് സന്തോഷം നൽകിയില്ല. 29 വർഷം മുമ്പ് നടന്ന ഒരു പരാജയത്തെ, ഒരു വേദനയെ അവർ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. 29 വർഷങ്ങൾ കിട്ടിയ സന്തോഷങ്ങളൊന്നും അവർക്ക് സന്തോഷമായിട്ട് അനുഭവിച്ചില്ല. രണ്ടാമത്തെ ഒരു ഇൻസിഡൻറ്റ്. ഒരു LP സ്കൂൾ അധ്യാപിക, ഹസ്ബൻഡ് ഒരു ബിസിനസ്സാണ്. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞപ്പോൾ ഭാര്യയെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ ഭർത്താവ് വരുന്നു. തൻ്റെ ബുള്ളറ്റിൽ ഭാര്യയെ കൊണ്ടുവന്ന് ഗേറ്റിൻ്റെ അവിടെ ഇറക്കി വിടുന്നു. അങ്ങേയറ്റം സ്പീഡുള്ള ഒരു നിരത്ത്, ഒരു വഴി. ഭാര്യ ഇറക്കി വിട്ടിട്ട് വണ്ടി തിരിച്ചതാണ്. നിയന്ത്രണം വിട്ടുവന്ന ഒരു ലോറി ഈ ബുള്ളറ്റിലിടിക്കുന്നു. ഈ ഭാര്യ ഒച്ച കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കൺമുമ്പിൽ വന്ന് വീഴുന്നത് ഭർത്താവിൻ്റെ ബോഡിയാണ്. LKG പഠിക്കുന്ന ഒരു മോൻ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു മോൻ. ഈ ഭർത്താവിൻ്റെ മരണത്തിൻ്റെ മുമ്പിൽ നിന്ന് ഈ ഭാര്യ ഇങ്ങനെ ചിന്തിച്ചു: ഞാനും 2 കുട്ടികളും, എൻ്റെ ഭർത്താവ് മരിച്ചത്
ദൈവം അറിഞ്ഞിട്ടാണെങ്കിൽ ഇനി എൻ്റെ കുഞ്ഞുങ്ങളെ എന്നെ ദൈവം നോക്കും. സെയിം ഇൻസിഡൻറ്റ്, അതിനെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു നമ്മൾ പലരുടെയും ചിന്ത നമ്മളെ തകർത്ത് കളയുന്നു, നമ്മളെ ദുഃഖിപ്പിക്കുന്നു, ആ പ്രശ്നം നമ്മളെ കീഴ്പ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ജോസഫ് ചിന്തിച്ചു. ഒരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ കാർപ്പൻ്റർ ചിന്തിക്കുന്നത് പോലെ ജീവിതത്തിലുണ്ടായ പ്രശ്നത്തെ ജോസഫ് ചിന്തിച്ചു. ജോസഫ് ചിന്തിച്ചിട്ട് ജോസഫ് എന്ത് ചെയ്തു? ജോസഫിൻ്റെ ചിന്ത ഉപേക്ഷിക്കാം. എന്നാൽ ജോസഫ് ദൈവിക ചിന്തയിലേക്ക് വളർന്നു. ദൈവിക ചിന്ത പ്രധാനപ്പെട്ടതാ. ഒരു പ്രശ്നത്തിന് മുമ്പിൽ നമ്മളുടെ ചിന്തയല്ല ശാശ്വതമായ പരിഹാരം, തലമുറകൾ നീളുന്ന പരിഹാരമായിട്ട് വരുന്നത് ദൈവിക ചിന്തയാണ്. ഇവിടെയാണ് നമ്മൾ ഗൗരവമായിട്ട് ഈ വിഷയത്തെ സമീപിക്കേണ്ടത്. ഒരുപാട് പേരുടെ പ്രശ്നം ചിന്തിക്കുന്നു എന്നതാണ്. ചിന്തിക്കുന്ന പ്രശ്നം, ആ ചിന്ത നമ്മളെ ദുഃഖിപ്പിക്കുന്നു. നമ്മൾ ഒരു കുറവ് കാണുമ്പോൾ, ഒരു പ്രശ്നം കാണുമ്പോൾ എങ്ങനെ ചിന്തിക്കുന്നു? നമ്മൾ ഉടനെ ചിന്തിക്കും, ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ട് എൻ്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്തല്ലോ. ചിന്ത ഇതാകുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്നത് എന്താ? ദുഃഖം, വെറുപ്പ്. കണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നു. ഞാനൊരു മനുഷ്യനെ പരിചയപ്പെട്ടു. ഈ മനുഷ്യൻ വാഹനം ഓടിക്കില്ല. ഒരു 10-16 വർഷം കൊണ്ടൊരു അപകടമാണ്. ഒരപകടത്തിൽ അദ്ദേഹത്തിനൊന്നും പറ്റിയില്ല. പക്ഷെ അദ്ദേഹം ആ അപകടത്തെ ഇങ്ങനെ ചിന്തിച്ചു. ആ അപകടത്തെ എടുക്കേണ്ട രീതിയിൽ എടുത്തില്ല. എന്ത് സംഭവിക്കുന്നു? ആ പ്രശ്നം നമുക്ക് ഗുരുതരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. എന്നെ ശ്രവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അമ്മമാർക്കറിയാം, നിങ്ങൾ ഇപ്പോഴൊക്കെ ആണല്ലോ ഈ ഹാൻഡിലൊക്കെയുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ വന്നത്. പണ്ട് നമ്മുടെ വീട്ടിൽ അടുപ്പിൽ ഒരു കലത്തിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ പാല് തിളപ്പിക്കാൻ വയ്ക്കും. ഒരു ഹാൻഡിലില്ലാത്ത ഒരു പാത്രത്തിൽ പാല് തിളപ്പിക്കാൻ വയ്ക്കുന്നു. നമുക്കറിയാം, ആ പാല് തിളച്ചു വരുന്നു, നല്ല ചൂടായിരിക്കും ആ പാത്രത്തിന്. അമ്മമാർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അമ്മമാർ ഒരു തുണിയെടുത്ത്, ആ തുണിക്ക് തന്നെ ഒരു പേരൊക്കെയുണ്ട്, ആ തുണി അവിടെ കരുതി വച്ചിരിക്കുക. ആ തുണി ഉടനെ എടുത്ത് അമ്മമാർ പിടിക്കും. അപ്പം നമ്മൾ അമ്മമാരോട് ചോദിക്കണം, എന്തിനാ ആ തുണി കൊണ്ട് ആ പാത്രത്തെ പിടിച്ചത്? അപ്പോൾ അമ്മമാർ പറയും, ആ തുണി കൊണ്ട് പിടിച്ചില്ലെങ്കിൽ കൈ പൊള്ളും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ പാത്രം നമ്മൾ എടുക്കുമ്പോൾ ചൂട് സഹിക്കാൻ പറ്റാതെ നമ്മുടെ കയ്യിൽ നിന്ന് താഴ്ത്തു വീഴും. എന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം, ചൂടുള്ളൊരു പാത്രത്തെ നമ്മൾ സമീപിക്കേണ്ടത് ആ ചൂട് പറ്റാതിരിക്കാൻ ഒരു തുണി പിടിച്ചാണ്. ആ തുണി പിടിച്ചില്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളും. തുണി പിടിച്ചില്ലെങ്കിൽ ആ പാത്രം താഴ്ത്തു പോകും. ഞാൻ എന്തിനാ ഈ സംഭവം പറഞ്ഞത്? എന്തിനാ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്? നമ്മളുടെ ജീവിതത്തിലെ ഒരു പ്രശ്നത്തെ നമ്മൾ സമീപിക്കേണ്ട രീതിയിൽ സമീപിച്ചില്ലെങ്കിൽ, ജോസഫ് ആദ്യം സമീപിക്കുന്നത് എങ്ങനെയാ? മാനുഷികമായ തൻ്റെ കഴിവ് വെച്ച്, തൻ്റെ ബുദ്ധി വെച്ച് അത് ഉപേക്ഷിക്കാം. അങ്ങനെ അത് ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ എന്ത് പോയേനെ? താഴ്ത്തു പോണ പാത്രം എന്താ? രക്ഷാകര ചരിത്രം എന്ന പാത്രം താഴ്ത്തു പോകും. രക്ഷ എന്ന പാത്രം താഴ്ത്തു പോകും. ഇനി ജോസഫ് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ, ഉപേക്ഷിച്ച് പോകാമെന്ന തീരുമാനം, ജോസഫിനെ നാട്ടുകാർ മുഴുവനും പറയും, അവനാണ് മറിയത്തെ അങ്ങനെ ചെയ്തിട്ട് പോയത്. അത് ജോസഫിനെ പൊള്ളിക്കും. എന്നാൽ ജോസഫ് എന്തിലേക്ക് വളർന്നു? ദൈവിക ചിന്തയിലേക്ക് വളർന്നു. ഒരു പ്രശ്നത്തിൽ ദൈവിക ചിന്തയിലേക്ക് നമ്മൾ വളരുമ്പോൾ ആ പ്രശ്നം, പ്രിയപ്പെട്ടവരെ, നമുക്ക് രക്ഷാകരമായിട്ട് മാറും. പെട്ടെന്നാണ് നമ്മൾ ഇന്ന് ഓരോ കാര്യവും ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ഇങ്ങനെയൊക്കെ ജീവിതം പോകുമെന്ന് ചിന്തിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ മക്കളുടെ ഒരു തെറ്റ് കാണുന്നു. ഇവിടെ അപ്പന്മാർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പന്മാർ അവരുടെ അധ്വാനം, ഒരുപാട് മക്കൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അധ്വാനിക്കുന്നു. പക്ഷേ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത തെറ്റ് കാണുമ്പോൾ
നമ്മൾ പെട്ടെന്ന് വൈകാരികമായിട്ട് സമീപിക്കും. എവിടുന്ന ഈ വൈകാരികത വരുന്നത്? ചിലർ പറയും, അച്ഛാ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു, ഇതുവരെയും തല്ലാത്ത ഞാൻ പെട്ടെന്ന് തല്ലി. നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഞാൻ ഇത്രയും അധ്വാനിച്ച്, ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച്, ഞാൻ എൻ്റെ താല്പര്യങ്ങൾ മാറ്റിവെച്ച്, ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് എൻ്റെ മക്കൾ ഇങ്ങനെ ചെയ്തല്ലോ. നമ്മളുടെ ചിന്ത തെറ്റുന്നു. നമ്മൾ എപ്പോഴെങ്കിലും ആ തെറ്റ് ചെയ്ത കുട്ടിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നുണ്ടോ? ആദ്യമായിട്ട് എൻ്റെ മകനൊരു തെറ്റ് പറ്റുമ്പോൾ ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് കൂടി ചിന്തിക്കണം. ആ പ്രശ്നത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് കുറേയൊക്കെ മാറാൻ പറ്റും. നമ്മുടെ വൈകാരികത കുറേ താഴ്ന്ന് നമ്മളിൽ യഥാർത്ഥ സ്നേഹം പുറത്തു വരും. നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും അങ്ങനെയാ പെരുമാറുന്നത്. ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ചിന്ത വരും. പക്ഷേ നമ്മളുടെ ചിന്ത ഒരിക്കലും പ്രിയപ്പെട്ടവരെ രക്ഷ കൊണ്ടുവരില്ല. അപ്പോൾ ജോസഫ് ഇതിനെക്കുറിച്ച് ആലോചിച്ചു. എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ അപ്പന്മാരും ഒന്ന് ഓർക്കുക, അമ്മമാരൊന്ന് ഓർക്കുക, മക്കളൊന്ന് ഓർക്കുക. നിങ്ങൾ ആലോചിക്കുന്നുണ്ട് പല കാര്യത്തെക്കുറിച്ച്. ജീവിതത്തിലുണ്ടായ പരാജയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ജീവിതത്തിലുണ്ടായ തകർച്ചയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ജീവിത പങ്കാളിക്ക് വന്ന തെറ്റിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. മക്കളുടെ ഇപ്പോഴത്തെ പോക്കിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഈ ചിന്ത നമ്മളെ ദുഃഖിപ്പിക്കുന്നുണ്ടോ? ഈ ചിന്ത നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ? ഈ ചിന്ത നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കുക. അതിനർത്ഥം എൻ്റെ ചിന്തയിൽ ദൈവത്തിനെന്തോ പറയുവാനുണ്ട്. എൻ്റെ ചിന്തയിൽ ദൈവത്തിനെന്തോ പറയുവാനുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളുടെയും പിന്നിൽ ഒരു ചിന്തയുടെ പ്രത്യേകതയുണ്ട്. ആ ചിന്ത നേരെയാക്കുക. അതുകൊണ്ടാണ് വചനം പറഞ്ഞു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേത് പോലെയല്ല. നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഇസ്രായേൽ ജനം മുഴുവനും ചിന്തിച്ചു, ഒരു രാജകൊട്ടാരത്തിൽ ഒരു രാജ്ഞി, ഒരു രാജാവ്, അവരുടെ മകനായിട്ട് യേശു ജനിക്കും. സ്റ്റിൽ യഹൂദര് കാത്തിരിക്കുകയാണ് രക്ഷകന്റെ വരവിന് വേണ്ടി. കണ്ടോ, അവർക്കിപ്പോഴും രക്ഷകന് വേണ്ടി കാത്തിരിക്കുക. അവരുടെ ചിന്ത എന്തായിരുന്നു? ചിന്ത ഇതാണ്: ദൈവപുത്രൻ മിശിഹ ജനിക്കാൻ പോകുന്നത് കൊട്ടാരത്തിൽ, മിശിഹ ജനിക്കാൻ പോകുന്നത് ഒരു രാജകുമാരിയുടെ വയറ്റിൽ, മിശിഹ ജനിക്കാൻ പോകുന്നത് ഒരു രാജാവിൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ, ഒരു രാജാവിൻ്റെ രാജമന്ദിരത്തിൽ. ചിന്ത അത്. ഇപ്പം എത്ര നാൾ കഴിഞ്ഞു? 2000 വർഷം കഴിഞ്ഞു യേശു ജനിച്ചിട്ട്. ചരിത്രത്തിൽ യേശു വന്നിട്ട് സ്റ്റിൽ യഹൂദര് ആ രക്ഷകന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോഴും രക്ഷയുണ്ടോ? യഹൂദർക്ക് യേശുവിനെ ദൈവപുത്രനായിട്ടോ മിശിഹായിട്ടോ അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? അവരുടെ ചിന്ത ഒരിക്കലും അതല്ലായിരുന്നു. അവരുടെ ചിന്ത ദൈവം ഇന്നടുത്തേ വരൂ, ഇതാണ് ചിന്ത. ഈ ചിന്തയാണ് പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതത്തിൽ ഇപ്പോഴും അവർ കാത്തിരിക്കുന്നു. ഓർത്തു നോക്കിക്കേ, ദൈവമൊരുക്കിയ രക്ഷയെ അവർക്ക് സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അവർ പ്രതീക്ഷിച്ചെടുത്തല്ല രക്ഷ വന്നത്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നു ചില കാര്യങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതിയിലല്ല ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രം വെളിപ്പെടുന്നത്. ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല. നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് ശ്രദ്ധിക്കണം. നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നമ്മളെക്കുറിച്ച് ഏറ്റവും നല്ല പദ്ധതി, ഏറ്റവും നല്ല സ്വപ്നം, ഏറ്റവും നല്ല നന്മ അത് കാണുന്നത് ദൈവമാണ്. ഇത് മനസ്സിലാക്കുക. നമ്മുടെ ചിന്തകളുണ്ട്. ചിന്തകൾ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ദൈവീക ചിന്തയിലേക്ക് വളരുക. ഇത് ഞാൻ എന്തിനാ ഇത്രയും കൃത്യതയോടെ പറഞ്ഞത്? ഒരുപക്ഷെ എന്നെ സ്വാധീനിച്ച വചനം ഇതാണ്: മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളുടെയും അടിസ്ഥാന കാരണം ചിന്തയാണ്. അല്ലേ? ഒരു പ്രശ്നം ഉണ്ടാകുന്നു, പെട്ടെന്ന് ഈ പ്രശ്നം മറക്കണം. അവൻ്റെ ചിന്ത തെറ്റാണെങ്കിൽ
ആ പ്രശ്നത്തെ മറക്കാൻ അവൻ സമീപിക്കുന്നത് മദ്യമായിരിക്കും. ഒരു പ്രശ്നമുണ്ടായി, ആ ചിന്ത തെറ്റാണെങ്കിൽ ആ പ്രശ്നം മതി നമ്മുടെ കുടുംബാന്തരീക്ഷത്തെ മുഴുവനും അസ്വസ്ഥപ്പെടുത്തും. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു? ദൈവമേ, നിന്റെ ചിന്തകൾ എനിക്ക് തരണമേ, പ്രാർത്ഥിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ചിന്ത. ഇപ്പം എൻ്റെ മകളുടെ വിവാഹം ആലോചിക്കുന്നു, ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. ഞാൻ ചിന്തിക്കേണ്ടത് എൻ്റെ അവസ്ഥയിൽ നിന്നല്ല. കഴിഞ്ഞ ദിവസം ഒരു അമ്മ എന്നോട് പറഞ്ഞു, ഒരമ്മ പറയുകയായിരുന്നു, അച്ഛാ, ഞാനും എൻ്റെ മകൻ്റെ 3 ആൺമക്കളാണ്. എൻ്റെ മകൻ്റെ ഭാര്യയും മക്കളെപ്പോലെ. എനിക്ക് എൻ്റെ മകളെ ഭയങ്കര ഇഷ്ടമാണ്, അവൾക്കും എന്നെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവളുടെ അമ്മയും അപ്പനെയും കാൾ എന്നെയാണ് സ്നേഹിക്കുന്നത്. ഈ അമ്മ മരുമകളെക്കുറിച്ച് 100 നല്ല വാക്കുകൾ പറയുക ഞാൻ കേട്ടിരുന്നു. എന്നിട്ട് ഈ അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ വന്നു കയറുമ്പോൾ എൻ്റെ പൊന്നച്ച, ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പാൻ പോലും അവകാശം ഉണ്ടായിരുന്നില്ല. ഈ അമ്മയ്ക്ക് തൻ്റെ അമ്മായിയമ്മയിൽ നിന്ന് കിട്ടിയത് മോശപ്പെട്ടൊരു കാര്യം. പക്ഷേ ഈ അമ്മ അതിനെക്കുറിച്ച് ചിന്തിച്ചു, ഞാൻ അങ്ങനെ ഒരു അമ്മയാകരുത്. കണ്ടോ, ദൈവിക ചിന്ത വന്നു. എൻ്റെ അമ്മായിയമ്മ എന്നോട് ഇങ്ങനെ ചെയ്തത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്നായിരുന്നുവെങ്കിൽ ആ കുടുംബം അസ്വസ്ഥപ്പെട്ടാനെ, മകൻ്റെ ഭാര്യ അസ്വസ്ഥപ്പെട്ടാനെ, മകൻ അസ്വസ്ഥപ്പെട്ടാനെ. ഈ അമ്മ എന്ത് ചിന്തിച്ചു? എന്നോട് എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്തത്, ഞാൻ അങ്ങനെ ആകരുത്. കണ്ടോ, ആ ഒരു അമ്മയുടെ ചിന്ത നേർവഴിക്കായപ്പോൾ ആ കുടുംബം മുഴുവനും നന്മയായി, ആ കുടുംബത്തിൽ സന്തോഷമായി, മക്കൾ തമ്മിൽ ഐക്യമായി, മകളായിട്ട് മാറി. നമ്മുടെ ചിന്ത തെറ്റുന്നതാണ് ബന്ധങ്ങൾ അസ്വസ്ഥപ്പെടുന്നത്. നമ്മുടെ ചിന്ത തെറ്റുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നമ്മളെ തകർക്കുന്നത്. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി, ഒരു പരാജയം ഉണ്ടായി, ഒരു തോൽവി ഉണ്ടായി, പല കാര്യങ്ങൾ പലരുടെയും മുമ്പിൽ വരുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു? എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് കൂടുതൽ സ്നേഹിക്കാനും ക്ഷമിക്കുവാനുമാണോ തോന്നുന്നത്, എനിക്ക് വെറുപ്പാണോ തോന്നുന്നത്? എങ്കിൽ ഞാൻ മനസ്സിലാക്കുക, എൻ്റെ ചിന്ത ദൈവികമല്ല. എൻ്റെ ചിന്ത എന്നെ നയിക്കേണ്ടത് സ്നേഹത്തിലേക്കും, എൻ്റെ ചിന്ത എന്നെ നയിക്കേണ്ടത് ക്ഷമയിലേക്കും, എൻ്റെ ചിന്ത എന്നെ നയിക്കേണ്ടത് ദൈവകരങ്ങളിൽ നിന്ന് സഹനം സ്വീകരിക്കുന്നതിലേക്കുമാകുമ്പോൾ എൻ്റെ കുടുംബത്തിൽ ഔസപിതാവിലൂടെ ദൈവം രൂപപ്പെടുത്തിയ രക്ഷ എൻ്റെ കുടുംബത്തിൽ കടന്നു വരുവാൻ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ കടന്നു വരുവാൻ ഞാൻ കാരണക്കാരിയായിട്ട് മാറും. അപ്പോൾ നല്ല ചിന്തകളിലേക്ക് ദൈവമേ ഞങ്ങൾ വളർത്തണമേ. അതായിരിക്കണം നമ്മളുടെ പ്രാർത്ഥന. ആ ഒരു കൃപ, അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാമേശുവേ, സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നേ. ചിഹ്നം അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പാം. നമ്മൾ ധ്യാനിച്ചു, അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് തോട്ട് ഓഫ്, ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ചിന്തിച്ചു എന്ന വാക്കാണ്. വചനം പറയുന്നു, ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, ഇതുപോലെ എൻ്റെ ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 33:11 നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കും: കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. വീണ്ടും സുഭാഷിതം പ്രോവർബ് 16:1 മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതാണ്. സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. ജോസഫ് ചിന്തിച്ചു, ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഒരു സൊല്യൂഷൻ. ആ സൊല്യൂഷൻ ഇങ്ങനെയായിരുന്നു: മറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുക. ആ പ്രശ്നത്തെക്കുറിച്ച് ദൈവം ചിന്തിച്ചു, ജോസഫ് മറിയത്തെ സ്വീകരിക്കുക. ആ പരിഹാരം ഇന്ന് എന്നിലും നിങ്ങളിലും മാത്രമല്ല, യുഗാന്ത്യം വരെ മാത്രമല്ല, നിത്യത വരെ നീളുന്ന തീരുമാനമായിട്ട് മാറി, നിത്യത വരെ നീളുന്ന ചിന്തയായിട്ട് മാറി. ഇതാണ് നമ്മുടെ ചിന്തയും ദൈവിക ചിന്തയും തമ്മിലുള്ള വ്യത്യാസം. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് അപ്പോൾ പുറത്തു കടക്കാനുള്ള വഴിയായിരിക്കും ബുദ്ധിയും സാഹചര്യങ്ങളും നമ്മളോട് പറയുക. എന്നാൽ ആ പ്രശ്നത്തെ രക്ഷാകരമാക്കാനുള്ള വഴിയാണ് ദൈവത്തിൻ്റെ ചിന്തയിൽ ഉള്ളത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, ഇതുപോലെ എൻ്റെ ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ഒരു വചനം കൂടി, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 16-ാമത്തെ വചനം. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: സൈന്യങ്ങളുടെ കർത്താവ്, ഇസ്രായേലിൻ്റെ ദൈവമേ, കെരൂബുകളുടെ മേൽ സിംഹാസനം വഹിക്കുന്നവനെ, അങ്ങാണ്, അങ്ങ് മാത്രമാണ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും ദൈവം. ആകാശവും ഭൂമിയും അങ്ങ് സൃഷ്ടിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം ചിന്തയിൽ നിന്നാണ്. എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം ചിന്തയിൽ നിന്നാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒന്ന് ജെറമ്യാ 29:11 നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനം. നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്.
നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും രക്ഷയും നന്മയും നൽകുന്ന പദ്ധതി. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ഏതൊരു കാര്യത്തിലും ദൈവിക ചിന്തയിലേക്ക് വളരുക എന്നതാണ്. നമുക്ക് നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവിക പദ്ധതിയിലേക്ക്, ദൈവിക തീരുമാനത്തിലേക്ക് ഞങ്ങളുടെ ചിന്ത വളരുവാൻ, ഏതൊരു കാര്യത്തെക്കുറിച്ചും തീരുമാനമെടുക്കുമ്പോൾ അത് ദൈവിക തീരുമാനമായിട്ട് മാറുവാൻ, അത് രക്ഷാകരമായിട്ട് മാറുന്ന ദൈവിക ചിന്തകൾ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്താം. കരങ്ങൾ ഉയർത്തി നമ്മൾ നല്ല ചിന്തകൾ ആണ്. മനുഷ്യൻ എന്തായിരിക്കുന്നുവോ അതവൻ്റെ ചിന്തയുടെ ഫലമാണ്. അവൻ്റെ ചിന്തയാണ് അവനാക്കുന്നത്. ഒരു നല്ല ചിന്തയാണ് അവനെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, വിശുദ്ധി ഇതിലേക്കെല്ലാം നയിക്കുന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളാണ്, നിങ്ങളുടെ ഹൃദയമാണ്. ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ചിന്ത അത് വരുന്നത് മനസ്സിൽ നിന്നാണ്. അതുകൊണ്ട് യേശു വചനം പ്രഘോഷിക്കാൻ ആരംഭിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, മാനസാന്തരപ്പെടുക എന്ന് വെച്ചാൽ, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞകാല പാപത്തെ ഓർത്ത് അനുദപിക്കുക എന്നത് മാത്രമല്ല, എൻ്റെ ചിന്താരീതി മാറ്റുക, എൻ്റെ ചിന്താരീതി മാറ്റുക. കാരണം സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആ ദൈവരാജ്യത്തിന് ചേർന്ന ചിന്തയിലേക്ക്, ദൈവരാജ്യത്തിന് ചേർന്ന ആലോചനയിലേക്ക്, ദൈവരാജ്യത്തിന് ചേർന്ന തീരുമാനത്തിലേക്ക് ഞാൻ വളരുക എന്നതാണ് അവൻ പഠിപ്പിക്കാൻ തുടങ്ങിയത്. മാനസാന്തരപ്പെടുക. ഇത്രയും നാൾ നീ ചിന്തിച്ച് കിടന്ന പഴയ നിയമത്തിൻ്റെ ചിന്തയല്ല നിനക്ക് വേണ്ടത്. ഇതാ പുതിയ നിയമത്തിൻ്റെ ചിന്ത നിനക്ക് ദൈവം തരുന്നു. പഴയ നിയമത്തിൻ്റെ ചിന്ത ഇതായിരുന്നു, അവളെ കല്ലെറിയാൻ വിട്ടുകൊടുക്കുക. പുതിയ നിയമത്തിൽ ദൈവിക തീരുമാനം, ഇത് അവളെ സ്വീകരിക്കുക. ആ ചിന്തയിലേക്ക് ജോസഫ് വളർന്നപ്പോഴാണ് രക്ഷയുണ്ടായത്. ഇത് മനസ്സിലാക്കി യേശു പറയുന്നു, മാനസാന്തരപ്പെടുക. പഴയ നിയമത്തിൻ്റെ കെട്ടുകളിൽ പെട്ടുകിടക്കാതെ പുതിയ രാജ്യത്തെ, പുതിയ ദൈവരാജ്യത്തെ, യേശുവിലൂടെ പിതാവ് ഒരുക്കുന്ന ദൈവരാജ്യത്തെ സ്വീകരിക്കാൻ പാകത്തിന് നിന്റെ മനസ്സ് മാറുക, നിന്റെ ചിന്താരീതി മാറ്റുക. ഇതാണ് ഈശോ പറയുന്നത്. രണ്ട് കരങ്ങളും ഉയർത്തി നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈശോയെ ആരാധിച്ച് പാടി പ്രാർത്ഥിക്കാം. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താതി കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താതി കർത്താവിനെ.
ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ നോക്കിപ്പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ നോക്കിപ്പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരിലും ഉന്നതനെ, ആരിലും ഉന്നതനെ. യേശുവേ, ആരാധന യേശുവേ. ഹല്ലേലൂയ യേശുവേ, ആരാധന ആരാധന യേശുവേ. ഹല്ലേലൂയ യേശുവേ, ആരാധന യേശുവേ. ഹല്ലേലൂയ യേശുവേ. നമുക്ക് കാര്യങ്ങൾ കൂപ്പാം. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷമില്ല, സമാധാനമില്ല, വെറുപ്പുണ്ട്, സങ്കടമുണ്ട്, ദുഃഖമുണ്ട്, നിരാശയുണ്ട്, ആകുലതയുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ തെറ്റായ ഒരു ചിന്തയുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ അസമാധാനമുണ്ട്, ദേഷ്യമുണ്ട്, വെറുപ്പുണ്ട്, ആകുലതയുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു തെറ്റായ ചിന്തയുണ്ട്. എനിക്ക് ഒരാളോട് വെറുപ്പ് തോന്നുന്നു, അയാൾ ചെയ്തൊരു പ്രവൃത്തിയെ ഞാൻ ചിന്തിച്ച രീതിയാണ് എൻ്റെ ഉള്ളിൽ വെറുപ്പ് കൊണ്ടുവന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഒരു മനുഷ്യൻ ദിവസവും എക്സസൈസൊക്കെ ചെയ്യുന്ന, ജിമ്മിലൊക്കെ പോകുന്നൊരു മനുഷ്യൻ പെട്ടെന്നറിയുന്നു ക്യാൻസറിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. മറ്റൊന്ന്, എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു കുട്ടി, 5 വയസ്സാണ്. പെട്ടെന്നാണ് അറിയുന്നത് അവന് ബ്ലഡ് ക്യാൻസർ ആണെന്ന്. 4ാമത്തെ ഹീമോ കഴിഞ്ഞ് വീട്ടിലെത്തിയ ആ കുഞ്ഞിനെ കാണാൻ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് കട്ടിലിൽ കിടക്കുന്നൊരു കുഞ്ഞിനെയാണ്. ഞാൻ നോക്കുമ്പോൾ അവൻ അടുത്ത വീട്ടിൽ സൈക്കിൾ ചവിട്ടി നടക്കുന്നു. കാരണം ബ്ലഡ് ക്യാൻസർ എന്നൊരു കാര്യത്തെക്കുറിച്ച് അവന് ചിന്തിക്കാൻ പ്രാപ്തിയായിട്ടില്ല. മറ്റൊരാൾ രോഗത്തിൻ്റെ സെക്കൻഡ് സ്റ്റേജാണെന്നറിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. അയാളുടെ ചിന്ത അയാളെ നടത്തുന്നു. എന്നാൽ 4 വയസ്സ് കഴിഞ്ഞ് 5 വയസ്സായ ഈ കുട്ടിക്ക് എന്താണ് ബ്ലഡ് ക്യാൻസർ എന്ന് ചിന്തിക്കാൻ പറ്റിയില്ല, ചിന്തിക്കാൻ അറിയില്ല. അവൻ ആ ദുഃഖത്തിൻ്റെ കീഴിലല്ല, അവൻ ആ രോഗത്തിൻ്റെ കീഴിലല്ല, മറിച്ച് അവൻ ഹീമോ കഴിഞ്ഞ് വന്ന് സൈക്കിളിൽ കളിച്ചുകൊണ്ട് നടക്കുന്നു. നമ്മൾ ഓർക്കുക, നമ്മുടെ ദുഃഖത്തിൻ്റെ പിന്നിൽ, നമ്മുടെ അസമാധാനത്തിൻ്റെ പിന്നിൽ, നമ്മുടെ അശുദ്ധിയുടെ പിന്നിൽ ഒരു തെറ്റായ ചിന്തയുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ആസക്തിയോടെ നോക്കുന്നതാണ് തെറ്റ്. അപ്പോൾ ഈശോ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് ദ സിൻ ഓഫ് ബോഡി ബട്ട് ഇറ്റ് ഈസ് ദ സിൻ ഓഫ് മൈൻഡ്. നിങ്ങളുടെ ചിന്തയാണ് മാറേണ്ടത്. അത്രയും നാൾ വ്യഭിചാരമായിരുന്നു പാപം. ഇപ്പോൾ ഈശോ പറഞ്ഞു, ആ സ്ത്രീയെ കാണുമ്പോൾ, പുരുഷനെ കാണുമ്പോൾ ചിന്തിക്കുന്നതാണ് തെറ്റ്. ഈശോ പറയുന്നത് ചിന്തയെ വിശുദ്ധീകരിക്കുവാനാണ്.
നീ അസമാധാനപ്പെടുന്നുണ്ടെങ്കിൽ, നീ വെറുപ്പിൽ കഴിയുന്നുണ്ടെങ്കിൽ, നീ ദുഃഖത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ, നീ ആകുലതയിൽ കഴിയുന്നുണ്ടെങ്കിൽ, നീ നിരാശയിൽ കഴിയുന്നുണ്ടെങ്കിൽ, നീ ഭയത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ തിങ്കിങ് പാറ്റേൺ. യു ഷുഡ് ചേഞ്ച് ഇറ്റ്. നീ നിൻ്റെ ചിന്തയെ മാറ്റുക. നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. യേശുവേ, നിൻ്റെ ഒരു തുള്ളി രക്തം മതി ഞാൻ മാറാൻ. എൻ്റെ ചിന്തയെ മാറ്റണേ. ഒരു പ്രശ്നം കാണുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരാൾ എന്നോട് തെറ്റായിട്ട് ചെയ്യുമ്പോൾ അതിനെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ. പീലാത്തോസ് പറഞ്ഞു, നിന്നെ വിട്ടയക്കാനും കുരിശിൽ തറയ്ക്കാനും എനിക്ക് അധികാരമുണ്ട്. ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് യേശുവിൻ്റെ റിയാക്ഷൻ, എൻ്റെ പിതാവിൽ നിന്ന് അധികാരം ലഭിച്ചത് കൊണ്ടാണ് നിനക്ക് എൻ്റെ മേൽ അധികാരം ഉണ്ടായത് എന്ന് വെച്ചാൽ, പീലാത്തോസിൻ്റെ കയ്യിൽ നിന്നല്ല യേശു കുരിശ് സ്വീകരിച്ചത്. യേശുവിൻ്റെ ചിന്ത മാറി. ഇറ്റ് ഈസ് ഫ്രം മൈ ഫാദർ, ഇതെൻ്റെ പിതാവിൽ നിന്നാണ്. ആ ചിന്തയിലേക്ക് യേശു വളർന്നപ്പോൾ യേശുവിൻ്റെ കുരിശ് രക്ഷാകരമാകുന്നു. നമ്മുടെ ചിന്തയാണ് പ്രധാനപ്പെട്ടത്. പിതാവ് ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല. അങ്ങനെ ക്ഷമിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ഇത് പിതാവിൽ നിന്ന് വന്നതായിട്ട് സ്വീകരിച്ചത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തത്? ഇത് മനുഷ്യരിൽ നിന്ന് വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തത്. സോ നമ്മുടെ ചിന്തയാണ് മാറ്റേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ തെറ്റായ ചിന്തകളെ മാറ്റി ദൈവിക ചിന്തകൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ തിരുരക്തം കൊണ്ട് കഴുകണമേ. പാടി പ്രാർത്ഥിക്കുക. ഗോഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ, തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ, എന്നെ കഴുകണമേ. പൂർണ്ണമായി എന്നെ കഴുകണമേ. യേശുവേ, എന്നെ കഴുകണമേ. പൂർണ്ണമായി എന്നെ കഴുകണമേ. എൻ്റെ ചിന്തയും ആത്മാവും യേശുവേ, എൻ ഹൃദയവും കഴുകണമേ. എന്റെ ചിന്തയും ആത്മാവും എന്നെയും പൂർണ്ണമായി കഴുകണമേ. എൻ്റെ ചിന്തയും ആത്മാവും എൻ ഹൃദയവും കഴുകണമേ. എന്റെ ചിന്തയും ആത്മാവും എൻ ഹൃദയവും കഴുകണമേ. യേശുവേ, എന്നെ കഴുകണമേ. പൂർണ്ണമായി എന്നെ കഴുകണമേ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഏത് വിഭാഗത്തിൽ, മതത്തിൽ, ഒരുപക്ഷെ ഞാൻ ഈവൻ ഒരു നിരീശ്വരവാദി പോലുമായിരിക്കാം, പക്ഷേ നമ്മളെല്ലാവരും നയിക്കപ്പെടുന്നത് ഒരു ചിന്തയാലാണ്. നമ്മളൊരു ചിന്തയാൽ നയിക്കപ്പെടുന്നുണ്ട്. നമ്മൾ നല്ല ചിന്തയിലേക്ക് വളരുക, നല്ല ചിന്തയിലേക്ക് വളരുക. ഏതൊരു കാര്യത്തെയും നല്ലതായിട്ട് ചിന്തിക്കുക. അല്ലാതെ വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ തിന്മ കയറുന്നത്. ചിന്ത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തിന്മ കയറാനുള്ളൊരു വാതിലാണ്. ഇന്ന് എൻ്റെ ഉള്ളിൽ ചില വ്യക്തികളോട് ദേഷ്യമുണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത് തെറ്റിയത് കൊണ്ടാണ്. ആ വ്യക്തി അത് ചെയ്തു എന്നത് ശരിയാണ്, പക്ഷേ എൻ്റെ ചിന്തയിലൂടെയാണ് അത് എന്നിൽ വെറുപ്പായത്. അപ്പോൾ എനിക്കൊരു പരാജയം, ആ പരാജയം എന്നിൽ ഭയവും ദുഃഖവും ഉണ്ടാക്കിയത്. പരാജയം ഒരു റിയാലിറ്റിയാണ്. ആ പരാജയത്തെ ഞാൻ എങ്ങനെ ചിന്തിച്ചു എന്നതാണ് അതെന്നിൽ ദുഃഖമാക്കിയത്. നമുക്ക് സമർപ്പിക്കാം. യേശുവേ, നിന്റെ ചിന്തയിലേക്ക്, ദൈവിക ചിന്തയിലേക്ക് ഞങ്ങളെ നയിക്കണേ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക ചിന്തകൾ ഞങ്ങൾ നിറയ്ക്കണമേ. ആലോചന എന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമായിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ ഒരു ചിന്ത, പുതിയ ഒരു കൃപ, ചിന്തയിൽ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ.
ഒരു നിമിഷം നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ്. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഏത് കാര്യത്തിലും ദൈവിക ചിന്തയിലേക്കും ദൈവിക തീരുമാനത്തിലേക്കും ദൈവിക ഇഷ്ടത്തിലേക്കും വളരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഇതായിരിക്കണം നമ്മളുടെ പ്രാർത്ഥന. നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയാലേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയാലേ ഞങ്ങളെ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയാലേ ഞങ്ങളിൽ നിറയ്ക്കണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയാലേ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് തുടർന്നു വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞു നിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിൻ്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.